ഹായ് ഫ്രണ്ട്സ്, അൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഒരു ചെറിയ പ്രഷർ പമ്പിനെ കുറിച്ചാണ്. അതായത് ഒരു സർക്കുലേഷൻ പമ്പ്. ഇതൊരു സിംഗിൾ ബാത്റൂമിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ പ്രഷർ പമ്പാണ്. ഇതൊരു സൈഡിൽ ഫിറ്റാക്കി ആ ബാത്റൂമിലെ ടാപ്പിൻ്റെയും ഷവറിൻ്റെയും ഒക്കെ പ്രഷർ എത്ര വ്യത്യാസം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ക്രോംപ്ടൺ എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ മാനുവൽ നോക്കി കാണാം. ഇത് CIL സീരീസിൽ വരുന്ന പമ്പാണ്. ഈ സീരീസിൽ രണ്ട് മോഡലാണ് ഉള്ളത്. ഒന്ന് 129 മറ്റൊന്ന് 350-15 ആണ്. ഇതിൽ 129 ആണ് ഈ മോട്ടർ. 129 എന്നുള്ളത് ഈ മോട്ടറിൻ്റെ വാട്ട്സ് ആണ്. 120 വാട്ട്സും 9 മീറ്റർ ഹെഡും ആണ് ഈ മോട്ടറിന് കമ്പനി പറയുന്നത്. ഇത് പ്രഷർ ടാങ്ക് വരുന്ന മോഡലല്ല, ഇത് ഫ്ലോ സ്വിച്ച് വരുന്ന മോഡലാണ്. നമ്മൾ ടാപ്പ് ഷവറും ഒക്കെ ഓണാക്കുമ്പോൾ ആ പൈപ്പിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ സെൻസ് ചെയ്തിട്ടാണ് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഈ മോട്ടർ ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നത് കമ്പനി മാനുവലിൽ വളരെ വ്യക്തമായി ഇതിൻ്റെ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ. മാത്രമല്ല ഈ പ്രഷർ പമ്പിന് എന്തൊക്കെ പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഈ മാനുവലിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 2 യൂണിയൻ വരുന്നുണ്ട്. നമുക്ക് പൈപ്പുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 യൂണിയൻ വരുന്നുണ്ട്. 3/4 കര യൂണിയനാണ്. ഇതാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട പ്രഷർ പമ്പ്, അതായത് സർക്കുലേഷൻ പമ്പ്. ഇതാണ് ഒറ്റ ബാത്റൂമിനൊക്കെ പറ്റിയ നല്ലൊരു പമ്പാണിത്. എല്ലാ ഡീറ്റെയിലും ഇതിൻ്റെ നെയിം പ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര വാട്ട്സ് എടുക്കുന്നു, എത്ര കറണ്ട് എടുക്കുന്നു, അതുപോലെ എത്ര മീറ്റർ ഹെഡാണ് എന്നൊക്കെ ഇതിൻ്റെ നെയിം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മോട്ടറിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന യൂണിയൻ. ഇത് 3/4 കര യൂണിയനാണ്. ഈ യൂണിയൻ ഇല്ലാതെ നമുക്ക് മോട്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതായത് 3/4 ഇഞ്ച് FTA വെച്ച് നമുക്ക് 2 സൈഡിലും 3/4 ഇഞ്ച് FTA ഫിറ്റാക്കി നമുക്കിത് ഫിറ്റാക്കാൻ പറ്റും. പക്ഷേ മോട്ടറിനൊക്കെ ഭാവിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ വന്ന് നമുക്കത് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പൈപ്പൊക്കെ മുറിച്ചിട്ട് അഴിച്ചെടുക്കേണ്ടി വരും. ഈ യൂണിയൻ ഫിറ്റാക്കുകയാണെങ്കിൽ 3/4 കര യൂണിയൻ ഫിറ്റാക്കുകയാണെങ്കിൽ നമുക്ക് ഈ യൂണിയൻ അഴിച്ചാൽ നമുക്ക് മോട്ടർ സെപ്പറേറ്റിങ് എടുക്കാൻ പറ്റും. ആ പൈപ്പൊന്നും നമുക്ക് മുറിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ മോട്ടറൊക്കെ റിപ്പയറിങ് കഴിഞ്ഞ് ഫിറ്റാക്കുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് അത് ഫിറ്റാക്കാൻ പറ്റും. ഇതിൻ്റെ ഒപ്പരം വരുന്നത് 3/4 കര യൂണിയനാണ്. അത് നമുക്ക് 3/4 കര റെഡ്യൂസർ വെച്ചിട്ട് നമുക്കത് 3/4 ഇഞ്ച് പൈപ്പിലേക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു 6 ആംപിയറിൻ്റെ ഒരു കോഡ് വയറും ഇതിൻ്റെ ഒപ്പരം വരുന്നുണ്ട്. നമ്മളൊരു സോക്കറ്റ് അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ 6 ആംപിയർ പിന്നെ അതിൻ്റെ അകത്തേക്ക് കുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വൈദ്യുതിയും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പനി ഇതിനൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ടും മാനുവലായിട്ടും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വരെയുള്ള ഭാഗത്തേക്ക് ഇട്ടാൽ മാനുവലായിട്ടും 2 വരെയുള്ള ഭാഗത്തേക്ക് ഇട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. ഓട്ടോമാറ്റിക്കിലേക്ക് സ്വിച്ച് ഇടുകയാണെങ്കിൽ നമ്മൾ ബാത്റൂമിലെ ടാപ്പോ ഷവറോ അങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ ആ പൈപ്പിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിനെ സെൻസ് ചെയ്ത് മോട്ടർ ഓൺ ആവുകയാണ് ചെയ്യുക. അല്ലാതെയും നമുക്ക് ഇതിനെ മാനുവലായിട്ടും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇനി മോട്ടർ ഒരു സൈറ്റിൽ ഫിറ്റ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇങ്ങനെയൊക്കെയാണ് ഈ സൈറ്റിൽ നമ്മൾ ഈ മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിലേക്ക് വരുന്ന ടാങ്കിൽ നിന്ന് വരുന്നത് 1 ഇഞ്ച് പൈപ്പിലാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ 3/4 ഇഞ്ചിലേക്ക് 1/4 T8 റെഡ്യൂസ് ചെയ്തിട്ടാണ് ഈ മോട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 3 വാൾവ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ടിലും ഇന്നിലും ഓരോ വാൾവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൈപ്പാസിനും ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടർ ഇതിൻ്റെ വെയിറ്റ് താങ്ങുന്നതിന് വേണ്ടി ചെറിയൊരു ക്ലാമ്പ് അടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഇന്നിലേക്ക് വരുന്ന വാൾവ്. ഇത് ബൈപ്പാസ് ചെയ്യുന്ന വാൾവാണ്. ഇത് ഔട്ടിലേക്ക് വരുന്ന വാൾവാണ്. അപ്പോൾ ഇന്നിലെയും ഔട്ടിലെയും വാൾവ് എപ്പോൾ ഓപ്പൺ ആക്കി വെക്കണം. ഈ ബൈപ്പാസ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് 2 വാൾവ് ഓപ്പണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഈ മോട്ടർ അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബൈപ്പാസ് വാൾവ് ഓണാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ബാത്റൂമിലേക്ക് വെള്ളം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ ഈ മോട്ടറിന് വേണ്ട പവർ ഒരു സോക്കറ്റും ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ബാത്റൂമിൽ തന്നെയാണ്. പിന്നെ ഇവിടെ അടിച്ചിരിക്കുന്നത് മൊത്തം CPC പൈപ്പ് 3/4 ഇഞ്ച് CPC പൈപ്പാണ്. അതുപോലെ തന്നെ മോട്ടർ ഫിറ്റ് ചെയ്തിട്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മോട്ടറിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഒരു സ്ക്രൂ ഉണ്ട്. അത് എയർ റിലീസ് ചെയ്യേണ്ട സ്ക്രൂ ആണ്. നമ്മൾ മോട്ടർ ഫിറ്റൊക്കെ ചെയ്തതിന് ശേഷം വെള്ളം തുറന്നാൽ ഇതിൻ്റെ അകത്ത് ടാപ്പിലൊന്നും വെള്ളം വരുന്നില്ല എങ്കിൽ ഈ സ്ക്രൂ ഒന്ന് നമ്മൾ തിരിച്ച് അതിൻ്റെ അകത്ത് നിന്ന് എയർ പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ടാപ്പിലേക്കൊക്കെ വെള്ളം കിട്ടൂ. അത് ഇതിൻ്റെ മാനുവലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സ്വിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണം. എന്നാൽ മാത്രമേ ബാത്റൂമിൽ നിന്നും ടാപ്പോ ഷവറോ ഒക്കെ ഓൺ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ടാങ്ക് വെച്ച ഹൈറ്റും ബാത്റൂമിൻ്റെ സ്ലാബും ഒരേ ഹൈറ്റ് തന്നെയാണ്. ഈ ബാത്റൂമിൽ ഷവർ പോയിൻ്റ് വരുന്നത് ഈ ഭാഗത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഷവറിലേക്ക് തീരെ വെള്ളത്തിന് പ്രഷർ ഉണ്ടാവില്ല. പിന്നെ ഈ ടാങ്കിൻ്റെ സ്റ്റാൻഡൊക്കെ ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വന്നാൽ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ പ്രഷർ പമ്പ് ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ സൈഡിലൊക്കെ ടാങ്ക് ഹൈറ്റ് കൂട്ടണമെങ്കിൽ സ്റ്റാൻഡിനൊക്കെ ഒരു 10,000 മുകളിൽ ചിലവ് വരും. എന്നാലേ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ പ്രഷർ പമ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു 120 വാട്ട്സിലും താഴെ പവർ എടുക്കുന്നത് കൊണ്ട് ഇതൊരു ഇൻവെർട്ടറിലും ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് KCB കറണ്ട് ഇല്ല എങ്കിലും അത്യാവശ്യം നമുക്ക് ബാത്റൂമൊക്കെ ഉപയോഗിക്കാനാകും. ഇനി ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ബാത്റൂമിലെ ഷവറിൻ്റെ ടാപ്പിൻ്റെ അതുപോലെ വാഷ് ബേസിൻ്റെ ടാപ്പൊക്കെ എത്ര വെള്ളത്തിൻ്റെ പ്രഷർ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഞാനിതിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ബാത്റൂമിൽ തന്നെയാണ്. സ്വിച്ചിലേക്ക് വെള്ളമൊന്നും ആവാത്ത വിധം ഒരു സൈഡിലേക്കായാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിതിനകത്ത് ഷവർ ഓൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് പ്രഷർ പമ്പ് ഇല്ലാതെയും പ്രഷർ പമ്പ് ഓണാക്കിയ ശേഷമുള്ള ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പ്രഷർ പമ്പ് ഓണാക്കാതെയാണ് ഷവറിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാകും അതിനകത്ത് തീരെ വെള്ളമില്ല. അപ്പോൾ പ്രഷർ പമ്പ് ഓണാക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പമ്പ് ഓണാകുന്ന സമയത്ത് തന്നെ ആ ഷവറിൽ പ്രഷറോടെ വെള്ളം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വാഷ് ബേസിൻ്റെ ഒക്കെ ടാപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ടാപ്പ് ഓപ്പൺ ആക്കി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞായിരിക്കും പമ്പ് ഓണാവുന്നത്. ഒരു ഡിലേ ഉണ്ടാവും. അപ്പോൾ പമ്പ് ഓണായ ഉടനെ തന്നെ നമുക്ക് നല്ല പ്രഷറിൽ ടാപ്പിലൊക്കെ വെള്ളം വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്